ഒരു ഹജ്ജ് വേള. കഅബയുടെ പരിസരം ജനനിബിഡമാണ്. ഉമവി ഖലീഫ ഹിശാം ബിൻ അബ്ദുൽ മലിക് തവാഫ് ചെയ്യുന്നു. ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ശ്രമിച്ചെങ്കിലും ജനത്തിരക്കു കാരണം സാധിച്ചില്ല. ആ സമയത്താണ് ജനക്കൂട്ടം ഇരുവശങ്ങളിലേക്കു നീങ്ങി നിന്ന് ആർക്കോ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഖലീഫക്ക് പോലും ലഭിക്കാത്ത ഈ സ്വീകാര്യത കണ്ട് അവിടെയുണ്ടായിരുന്ന ഒരു ഷാമുകാരൻ തിരക്കി, ഇദ്ദേഹം ആരാണ്? ഖലീഫയുടെ മറുപടി, എനിക്കറിയില്ല. ജനങ്ങൾക്കിടയിൽ തൻ്റെ മാനം കാക്കാൻ ഖലീഫക്ക് അങ്ങനെ പറയുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചുറ്റും തടിച്ചുകൂടിയ ജനം ഇത് കേട്ടു. ഉടൻ ആൾക്കൂട്ടത്തിൽ നിന്നൊരു കാവ്യമുയർന്നു. ഖലീഫയുടെ മറുപടിയിൽ അതൃപ്തി അറിയിച്ച് പ്രവാചകപ്രേമിയും അഹ്ലുബൈത്തിൻ്റെ ഇഷ്ടക്കാരനുമായിരുന്ന വിശ്രുത കവി ഫറസ്ദഖ് റളിയല്ലാഹു അൻഹു ആണ് ആ കവിത ആലപിച്ചത്. ബത്ഹാ താഴ്വരക്കു തിരിച്ചറിയാനാകും ഇദ്ദേഹത്തിൻ്റെ പാദസ്പർശനം. ഹറമിനകവും പുറവും വിശുദ്ധ കഅബയും അറിയും ഇദ്ദേഹത്തെ. സകല സൃഷ്ടികളെക്കാളും അത്യുത്തമരുടെ പേരമകനാണിദ്ദേഹം. ഭക്തനും വിശുദ്ധനും പ്രശസ്തനുമാണിദ്ദേഹം. ഒരു വിശിഷ്ട സമൂഹത്തിൽ പിറന്നവൻ. അദ്ദേഹത്തെ സ്നേഹിക്കലാണ് ദീൻ, വെറുക്കൽ മതനിഷേധവും. ആ സാമീപ്യം കാവലാണ്. ഇത് ഫാത്തിമയുടെ സന്തതിയാണ്. താങ്കൾ ഇദ്ദേഹത്തെക്കുറിച്ച് അജ്ഞനാണെങ്കിൽ അറിയുക, ഇദ്ദേഹത്തിൻ്റെ പിതാമഹനെ കൊണ്ടാണ് പ്രവാചക പരമ്പര പൂർത്തീകരിക്കപ്പെട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളിൽ ഉന്നതനായ സൈനുൽ ആബിദീൻ അലി റളിയല്ലാഹു അൻഹു ആണ് ഇദ്ദേഹം. മറ്റൊരു ദിവസം കഅബയുടെ ചാരത്തെ പാതിരാത്രി. മക്ക ഗാഢനിദ്രയിലാണ്. ഇരുൾ നിറഞ്ഞ ശാന്തതയിൽ കഅബ തവാഫ് ചെയ്യാൻ വരികയാണ് പണ്ഡിത ശ്രേഷ്ഠനായ അസ്മഈ റളിയല്ലാഹു അൻഹു. ഒരു കവിതാശകലം കാതുകളിൽ വന്നു പതിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആരാണ് ഈ പാതിരാവിൽ കഅബയുടെ ചാരത്ത് വന്ന് പാടുന്നത്? അദ്ദേഹം ചുറ്റും പരതി. ഒരു യുവാവ് വിലപിക്കുകയാണ്. ഹറം നിദ്രയിലാണ്ട വേളയിൽ തൻ്റെ വേദനകൾ നാഥനിലേക്ക് സമർപ്പിക്കുന്ന ഭക്തൻ. ഈ ഇരുളിനുള്ളിൽ കഷ്ടപ്പെടുന്നവൻ്റെ വിളിക്കുത്തരം നൽകുന്നവനെ, ആദിയും വ്യാധിയും അകറ്റുന്നവനെ, എന്നെ തേടിയെത്തിയ നിവേദക സംഘം കഅബാലയത്തിന് ചുറ്റും ഉറങ്ങുകയും ഉണരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഹേ നിത്യജീവനെ, നീ ഉറങ്ങിയിട്ടില്ല. എൻ്റെ നാഥ, ദുഃഖിതനും അലഞ്ഞു തിരിയുന്നവനും ഉത്കണ്ഠാകുലനുമായി ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. വിശുദ്ധ ഹറമിൻ്റെയും കഅബാലയത്തിൻ്റെയും മഹത്വം കൊണ്ട് എൻ്റെ നിലവിളിയോട് അലിവ് കാണിക്കണേ. വിഡ്ഢികൾക്ക് നിന്റെ ഔദാര്യം പ്രതീക്ഷിക്കാവതല്ലെങ്കിൽ പിന്നെയാരാണു നാഥ പാപികളോട് ഉദാരത ചെയ്യുക? അദ്ദേഹം വേദനയുടെ കെട്ടുകൾ ഒന്നൊന്നായി അഴിക്കാൻ തുടങ്ങി. കരച്ചിലിൻ ശക്തിയേറി ആ ശബ്ദം കഅബയുടെ പരിസരമാകെ മുഴങ്ങി. എൻ്റെ സകല ആവശ്യങ്ങളുടെയും അവലംബമേ, ഈ ദുരിതമൊന്നകറ്റി എന്നോട് കരുണ ചെയ്താലും. എൻ്റെ പ്രതീക്ഷയായ നാഥ, സങ്കടങ്ങളകറ്റുന്നവൻ നീയാണ്. അതിനാൽ എൻ്റെ പാപങ്ങളിൽ അഖിലവും പൊറുക്കുകയും എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യണേ. വൃത്തിഹീനമായ കർമ്മങ്ങളുമായി ഞാൻ നിൻ്റെ അരികിൽ വന്നിരിക്കുന്നു. എന്നോളം അക്രമം ചെയ്തവർ സൃഷ്ടികളിലില്ല. എൻ്റെ കൊതിയുടെ പാരമ്യമായ നാഥ, നീ എന്നെ തീ കൊണ്ട് കരിക്കുമോ? എങ്കിൽ പിന്നെ നിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള എൻ്റെ ഭയവും നിന്നിലുള്ള എൻ്റെ പ്രതീക്ഷയുമെവിടെ? ദുഃഖഭാരത്താൽ അദ്ദേഹം തളർന്നു വീണു. സ്വന്തം നഫ്സിൻ്റെ നിസ്സാരത മനസ്സിനാലട്ടുമ്പോഴും നാഥൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരടിമ. ഈ രംഗം അസ്മഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിനെ പിടിച്ചുലച്ചു. ആരാണിദ്ദേഹം? ഇങ്ങനെ എരിഞ്ഞു തീരാൻ മാത്രം വലിയ പാപം ചെയ്തവൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആകാംക്ഷയേറി. അസ്മഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ,
ഹൃദയ നൊമ്പരം മണപൊട്ടിയൊഴുകുന്നതിനിടെ അദ്ദേഹം ബോധരഹിതനായി നിലത്തു വീണു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്നിരുന്നു തല എൻ്റെ മടിയിലേക്കെടുത്തു വെച്ചു. അന്നേരമാണ് ഇത് നബി കുടുംബത്തിലെ പ്രധാനിയും അലി ഫാത്തിമ ദമ്പതികളുടെ പേരക്കിടാവും സർവാംഗീകൃതനുമായ സൈനുൽ ആബിദീൻ അലി റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ ചോദിച്ചു, സയ്യിദി, ഇതെന്തൊരു കരച്ചിലാണ്, എന്തൊരു സങ്കടമാണ്. അങ്ങ് റിസാലത്തിൻ്റെ ഉറവിടത്തിൽ നബുവത്തിൻ്റെ ഭവനത്തിൽ പിറന്നവരല്ലേ. വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് റബ്ബ് പറഞ്ഞതല്ലേ. അപ്പോൾ മഹാൻ പറഞ്ഞു, അസ്മഈ, അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചത് അവന് വഴിപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അത് ആഫ്രിക്കൻ അടിമയായിരുന്നാലും ശരി. അവൻ നരകം സൃഷ്ടിച്ചത് പാപികൾക്ക് വേണ്ടിയാണ്. അത് ഖുറൈശി തറവാട്ടുകാരനായ സ്വതന്ത്രനാണെങ്കിലും ശരി. അള്ളാഹു പറഞ്ഞില്ലേ. വിശുദ്ധ വചനങ്ങളുടെ ആശയം ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം. എന്നിട്ട് കാഹളത്തിൽ ഊതപ്പെട്ടാൽ അന്ന് അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവർ അന്യോന്യം അന്വേഷിക്കുകയുമില്ല. അപ്പോൾ ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ കനമുള്ളതായോ അവർ തന്നെയാണ് വിജയികൾ. ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ ലഘുവായിപ്പോയോ അവരാണ് നഷ്ടം പറ്റിയവർ. നരകത്തിൽ നിത്യവാസികളും. വിശ്വാസികളുടെ മനസ്സിൽ അത്യുന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആ മഹാന്റെ ഇലാഹി ഭയവും താഴ്മയും കണ്ട് അസ്മഈ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയായിരുന്നു മുൻഗാമികളുടെ ജീവിതം. വലിയ വലിയ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുമ്പോഴും അവർ എപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നുമല്ല, എനിക്ക് അമലില്ല, ഉള്ള അമലുകൾ കുറ്റമറ്റതല്ല. അള്ളാഹു അവർ കാരണമായി നമ്മുടെ എല്ലാ അമലുകളും അവൻ കബൂലാക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.